ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഒരു ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ ബർഗർ നമ്മൾ ഫുള്ളി ഹോം മെയ്ഡ് സാധനമാണ് ഉണ്ടാക്കുന്നത്. ഫ്രം സ്ക്രാച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ പീസസ് ആണ്. അത് ബോൺലെസ് ആയിട്ടുള്ളത് നോക്കിയെടുക്കണം. ഇത് അമ്മയാണെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ബോൺലെസ് റോ പീസസ് മതി. അപ്പോൾ ആദ്യം നമുക്ക് ബോൺലെസ് പീസസ് നോക്കി സെലക്ട് ചെയ്തിടാം. അപ്പോൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. എന്നിട്ട് നേരെ അതെടുത്ത് മിക്സിയിലേക്ക് ഇടുകയാണ്. മിക്സിയിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പീസസ് മാത്രം ഇടുക. വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പീസുകൾ എടുക്കുക. ഞാൻ അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അരയ്ക്കുന്നത് കാണിച്ചിട്ടില്ല ഇതിൽ, പക്ഷേ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ അരയണം. അപ്പോൾ ഇത് നമുക്ക് ബീഫ് വെച്ചുണ്ടാക്കാം, ചിക്കൻ വെച്ചുണ്ടാക്കാം, എന്ത് വെച്ചും വേണമെങ്കിലും ഉണ്ടാക്കാം. ബട്ട് ബീഫ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ് മീറ്റ് ആയതുകൊണ്ട് ഈ മിക്സിയൊക്കെ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല അതിൻ്റെ പ്രിപ്പറേഷൻ, അത് വേറൊരു തരം പ്രിപ്പറേഷനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏതെങ്കിലും മിൽക്ക് ബ്രെഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആ ബ്രെഡും അതെ നമ്മൾ മിക്സിയിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മൾ അതും പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൊടികളായിരിക്കണം, ഇതുപോലെ പൊടികൾ ഉണ്ടാവണം. നമുക്ക് ഇനി അരച്ച് വെച്ചിട്ടുള്ള ആ മീറ്റിലേക്ക് ബ്രെഡ് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് പൊടികൾ ഇടുന്ന അളവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം തിക്നെസ് ആവുന്ന വരെയാണ്, അല്ലാതെ മൊത്തത്തിൽ ആ പൊടികൾ ഇടരുത്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിക്നെസ്, ആ സ്റ്റിക്കി ഫീല് പോയി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഈ മിക്സ് ചെയ്ത സാധനം വെച്ചിട്ട് നമ്മൾ ബോൾസ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈക്വലി പാർട്ടീഷനിൽ അത്യാവശ്യം നല്ല വലിയ ബോൾസ് തന്നെ ആയിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ ഇപ്പം നമ്മൾ ഒരു ബോൾ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബോൾസ്. അങ്ങനെ ഞാനെടുത്ത മീറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 3 ബോളോളം നമുക്ക് കിട്ടി. അപ്പോൾ അത് 3 പാറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലീൻ പാത്രത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് പൊടിച്ച് വെച്ചതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബ്രെഡ് ക്രംസ് എന്ന്, അത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബോൾ എടുത്തിട്ട് നമ്മളുടെ കൈയിൻ്റെ പാദത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായി പരത്തി കൊടുക്കുകയാണ്. ആ പാറ്റിയുടെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ഞെക്കി കൊടുക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഞെക്കരുത്, ഒരു ചെറിയൊരു എമൗണ്ടിൽ ഞെക്കുക. എന്നിട്ടൊരു പാറ്റീരെ ഷേപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും മുങ്ങി വരുന്ന പോലെ എടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മളുടെ പാറ്റി റെഡി. ഇനി നമുക്ക് കുക്കിങ്ങേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വറക്കാം. അപ്പോൾ അത്ര വലിയ പണിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോഴാണല്ലോ എല്ലാ വശത്തും ആവുമ്പോഴാണല്ലോ അത് സ്റ്റിക്ക് ആവാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ എല്ലാ വശത്തും ഈക്വലി ചൂടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ബർഗർ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനാകെ 3 പാറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ 3 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതലും വെക്കാം. അത് കഴിഞ്ഞ് ആ എണ്ണയിൽ ഒരു സൈഡ് ഒരു 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ 3 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ബ്രൗൺ കളറാവും. അപ്പോൾ ഇച്ചിരി അടി പിടിച്ചെന്ന് തോന്നുന്നു ആദ്യം ഇട്ടത്. അപ്പോൾ നെക്സ്റ്റ് മറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇടവിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ 2 സൈഡിലും. ഇപ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു. ബട്ടർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ബട്ടറിൽ ഒന്ന് മുരിയിച്ചെടുക്കാം ഇതിനെ. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും, അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ ഓയിലിൽ വറുത്തെടുത്താലും മതി.
രണ്ട് സൈഡും നന്നായി മുരിഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് നമുക്കൊന്ന് വെന്തോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പശപ്പും കാര്യങ്ങളൊക്കെ വരും. വെന്തുണ്ടെങ്കിൽ അത് ആ ഫോർക്കിലൊന്നും പറ്റിപ്പിടിച്ച് വരില്ല. അപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ലെഫ്റ്റ് ഓവർ ആ എണ്ണയിൽ തന്നെ ഒരു 3-4 ബ്രെഡ് മുരിയിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ബ്രെഡാണോ ആവശ്യം അത് മുരിയിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട്, ഓയിൽ കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന ആ ബർഗറിൻ്റെ ഓയിൽ തന്നെയാണ്. അപ്പോൾ ആ ബർഗറിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ബ്രെഡുമ്മേയും പറ്റിപ്പിടിക്കും. അപ്പോൾ നമുക്ക് അത് നന്നായി മുരിയിച്ച് കൊടുക്കാം. അങ്ങനെ മുരിയിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ സംഭവങ്ങൾ സെറ്റായി. പിന്നെ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ബർഗറാണല്ലോ മെയിൻ. അപ്പോൾ ആ ബർഗറിൻ്റെ ആ ബ്രെഡ്, ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വീട്ടിലുണ്ടാക്കിയത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹെൽത്ത് കൺസേൺസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിലധികം മയോണൈസ് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ അത്യാവശ്യം ജനറസ് ആയിട്ട് തന്നെ മയോണൈസ് ഇട്ടു. അത് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഒണിയൻ, ബർഗർ, മയോണൈസ്, ഇത് മൂന്നും ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് പോവും. അപ്പോൾ ഏറ്റവും മിനിമലായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വൈഫിന് കഴിച്ചു നോക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചത് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഉള്ളി വെച്ച് കൊടുക്കാമെന്നാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി.